തരിയോട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. LDFിലെ പ്രതിനിധിയായിരുന്ന റീന സുനിലിനെതിരെ UDFും BJPയും ചേർന്ന് നൽകിയ പ്രമേയമാണ് 7 വോട്ടുകളോടെ പാസായത്. അവിശ്വാസ പ്രമേയം പാസായതോടെ വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരനും സ്ഥാനം രാജിവെച്ചു. അവിശ്വാസ പ്രമേയം പാസാവാൻ BJP സഹായം ലഭിച്ചു എന്നത് വാസ്തവം. എന്നാൽ BJPയുമായി ഭരണസഹകരണം ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു വ്യക്തമാക്കി. കഴിഞ്ഞ 3 വർഷത്തിലധികമായി LDF ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന തരിയോട് ഗ്രാമപഞ്ചായത്തിൽ UDF മുൻകൈയെടുത്തുകൊണ്ടുവന്ന രണ്ടാമത്തെ അവിശ്വാസ പ്രമേയമാണ് ഇന്ന് വോട്ടെടുപ്പിൽ പാസ്സായത്. 6 മാസം മുമ്പ് നൽകിയ അവിശ്വാസ പ്രമേയത്തിൽ BJP അംഗങ്ങൾ പങ്കെടുക്കാത്തതിനെ തുടർന്ന് പരാജയപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് നടന്ന ഭരണസമിതി യോഗത്തിൽ LDFിലെ 5 അംഗങ്ങളും പങ്കെടുക്കാതെ വിട്ടുനിന്നു. UDFിലെ 6 അംഗങ്ങളും BJPയിലെ 2 അംഗങ്ങളും ഉൾപ്പെടെ 8 പേരാണ് യോഗത്തിനെത്തിയത്. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ് നടത്തിയപ്പോൾ 7 അംഗങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. BJPയിലെ ഒരംഗം വോട്ട് രേഖപ്പെടുത്തിയില്ല. ഇതോടെ 13 അംഗ ഭരണസമിതിയിൽ ഭൂരിപക്ഷവും അവിശ്വാസം രേഖപ്പെടുത്തിയതോടെ പ്രമേയം പാസായി. BJP UDF അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ചതെന്നും ഏറെ സംതൃപ്തിയോടെയാണ് സ്ഥാനമൊഴിയുന്നതെന്നും നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് റീന സുനിൽ പറഞ്ഞു. അഴിമതി രഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചു. ഇപ്പോൾ കോൺഗ്രസും ലീഗും BJPയും കൂടിയിട്ടുള്ള ഒരു ഭരണത്തിലേക്കാണ് തരിയോട് ഗ്രാമപഞ്ചായത്ത് ഭരണമാണ് നടപ്പിലാകുന്നത്. ഭരണത്തിൽ ഭൂരിപക്ഷം അംഗങ്ങളും സംതൃപ്തരല്ലാത്തതുകൊണ്ടാണ് അവിശ്വാസം പാസ്സായതെന്ന് UDF വ്യക്തമാക്കി. അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അത് പാസ്സാകുകയും ചെയ്തിരിക്കുന്നു. UDFിലെ എല്ലാ മെമ്പർമാരും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലും മറ്റു ചിലരെ സഹായം കിട്ടിയിട്ടുണ്ട്. അതും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. BJP യാതൊരു സഹകരണത്തിന്റെ ആവശ്യമില്ല. നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് 6 ആളുണ്ട്. നമ്മൾ 6 UDF മെമ്പർമാരുണ്ട്. പഞ്ചായത്ത് ഭരണത്തിലും കാര്യങ്ങൾക്കും യാതൊരു സഹകരണം ഉണ്ടാവില്ല. കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളുണ്ട്. നമുക്ക് UDFുമായിട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. BJP ഭരണവിരുദ്ധ വികാരത്തിനെതിരായിട്ടാണ് പ്രവർത്തിച്ചത്. വേറെ ഒന്നുമല്ല. നമ്മൾ അത് ഭരിക്കുന്ന ഈ കക്ഷി ഇവരെ ഭരണത്തിനെതിരായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. നമ്മൾ ചെയ്തത് അവര് ഒപ്പിട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ ഈ ഭരണവിരുദ്ധ വികാരത്തിനെതിരായിട്ട് ഒപ്പിട്ട് വരികയാണ് ചെയ്തത്. നമ്മൾ BJP അടുത്ത് പോയിട്ട് പറയുകയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ഭരണവിരുദ്ധ വികാരം എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ. ശബരിമല വിഷയത്തിൽ BJPയുടെ വികാരം മനസ്സിലാക്കിയാണ് അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തതെന്ന് BJP അംഗം പറഞ്ഞു. ഈ പ്രാവശ്യം BJPയുടെ പ്രവർത്തകരുടെ ശബരിമല വിഷയമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആ വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് BJPയുടെ മെമ്പർ എന്നുള്ള നിലക്ക് പാർട്ടിയുടെ ഉത്തരവാദിത്ത പ്രകാരം ഒപ്പിട്ടിട്ടുണ്ട്. പ്രസിഡന്റ് പദവി നഷ്ടപ്പെട്ടതോടെ ഉച്ചയോടുകൂടി വൈസ് പ്രസിഡന്റ് സ്ഥാനവും LDF രാജിവെച്ചു. UDF ഹൈക്കോടതി മുഖേന ആവശ്യപ്പെട്ടത് പ്രകാരം വൻ പോലീസ് സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടന്നത്. വയനാട് വിഷൻ വെള്ളമുണ്ട. നൂൽപ്പുഴ തേലമ്പറ്റ ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി പരത്തിയ കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലകപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ തേലമ്പറ്റ കൃഷിയിടത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. 10 വയസ്സുള്ള പെൺകടുവയാണ് കൂട്ടിലകപ്പെട്ടത്. നൂൽപ്പുഴ പഞ്ചായത്തിലെ തേലമ്പറ്റയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി പശുവിനെ ആക്രമിച്ചു കൊല്ലുകയും മറ്റൊരു പശുവിനെ പരിക്കേൽപ്പിച്ചും ഭീതി പടർത്തിയ കടുവയെയാണ് വനംവകുപ്പ് പിടികൂടിയത്. 10 വയസ്സുള്ള പെൺകടുവയാണ് കൂട്ടിലകപ്പെട്ടത്. കടുവയുടെ സാന്നിധ്യം കണ്ട സ്ഥലത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ കടുവ അകപ്പെട്ടത്. കടുവയുടെ പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് കടുവ ജനവാസ കേന്ദ്രത്തിലെത്തി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കാൻ കാരണമെന്ന് CCF അഞ്ജൻകുമാർ പറഞ്ഞു. പിടിയിലായ കടുവയെ തിരുവനന്തപുരം നെയ്യാർ വന്യജീവി സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി. വെറ്ററിനറി ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 9 മുതൽ 10 വയസ്സായിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കെനൈൻസ് 4 കെനൈൻസും പോയിട്ടുണ്ട്. അപ്പർ കെനൈൻസ് ഒരു 3/4% പോയി. ലോവർ കെനൈൻസ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ കടുവ കാട്ടിലുള്ള ജീവികളെ പിടിച്ച് സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ ഈ കാര്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസാരം നമുക്ക് ഇത് എവിടെയാണ് റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് കൊണ്ടുപോകുന്നത്, അതനുസരിച്ച് നമ്മളിത് കൊണ്ടുപോകും. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയ കടുവയെ വനംവകുപ്പ് പിടികൂടിയത് മണിക്കൂറുകൾക്കകം. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെ ഒരു പശുവിനെ കൊല്ലുകയും പിന്നീട് പകൽ 11 മണിക്ക് മേയാൻ വിട്ട പശുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതോടെയാണ് വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. തുടർന്ന് 5 മണിക്കൂറിനകം കടുവ കൂട്ടിലകപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നൂൽപ്പുഴ പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി ഭീതി പടർത്തിയ കടുവയെ മണിക്കൂറുകൾക്കകമാണ് വനംവകുപ്പ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ വീടിന് സമീപത്തെ ആലയിൽ വെച്ച് പശുവിനെ കൊന്ന കടുവ പകൽ സമയത്ത് മറ്റൊരു പശുവിനെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ വനംവകുപ്പ് പ്രദേശത്ത് വൈകിട്ട് 6 മണിയോടെ കൂട് സ്ഥാപിച്ചു.
കടുവ മറ്റിടങ്ങളിലേക്ക് പോവാതിരിക്കാൻ ശക്തമായ കാവലും ഏർപ്പെടുത്തി. തുടർന്ന് 5 മണിക്കൂറിന് ശേഷം രാത്രി 11 മണിയോടെ കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലകപ്പെട്ടു. ഇത്തരത്തിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി ഭീതി പടർത്തുന്ന കടുവയെ പിടികൂടുന്നതിനായി സ്ഥാപിച്ച കൂട്ടിൽ മണിക്കൂറുകൾക്കകം കടുവ അകപ്പെടുന്നത് ആദ്യമായിട്ടാണ്. കടുവ കുടുങ്ങിയത് വനംവകുപ്പിനും നാട്ടുകാർക്കും ഒരുപോലെയാണ് ആശ്വാസമായിരിക്കുന്നത്. വയനാട് വിഷൻ, ബത്തേരി. പുൽപ്പള്ളി മരക്കടവിലെ ജനവാസ കേന്ദ്രത്തിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടും കടുവയെ കൂടുവെച്ച് പിടികൂടാൻ വനംവകുപ്പ് ശ്രമിക്കുന്നില്ലെന്ന് പരാതി. നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടും കടുവയെ പിടികൂടാൻ ശ്രമിക്കാത്ത വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ വൈകിട്ടോടെ മരക്കടവ് പള്ളിക്ക് സമീപമുള്ള മുളങ്കാട്ടിൽ കടുവയുണ്ടെന്ന അഭ്യൂഹത്തെ തുടർന്ന് വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കടുവയെ തുരത്തുന്നതിനായി പടക്കം പൊട്ടിക്കുകയും മറ്റും ചെയ്തു. മരക്കടവിൽ കടുവ ഇറങ്ങി ജനവാസ കേന്ദ്രത്തിലൂടെ കടുവ സഞ്ചരിക്കുന്നതായിട്ടും കടുവയുടെ പക്മാർക്ക് ഇന്നലെ വനംവകുപ്പ് മാർക്ക് ചെയ്യുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ പിടിച്ച പശുവിനെ മീറ്ററുകളോളം കടുവ വലിച്ചുകൊണ്ട് പോയി ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത് നാളുകളിൽ ഈ തീറ്റ തീർന്നതിന് ശേഷം ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുമോ എന്നുള്ള ഭയങ്കര ഭീതിയിലാണ് ഈ പ്രദേശവാസികൾ. എത്രയും വേഗം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കൂടി സ്ഥാപിച്ച് ഇതിനെ പിടിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ്. പ്രദേശത്ത് കടുവയ്ക്കായുള്ള തിരച്ചിൽ രാത്രി വൈകിയും തുടരുകയാണ്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ചെതലയം ഫോറസ്റ്റ് റേഞ്ചർ വി രതീശൻ അറിയിച്ചു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് പുറമ്പോക്കിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് സഹായം നൽകാൻ സർക്കാർ ഉത്തരവ്. കഴിഞ്ഞ 11-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ വകുപ്പ് യോഗ തീരുമാനം സംസ്ഥാനത്തിൽ 100 കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമാകും. ഭൂമിയില്ലാതെ പുറമ്പോക്കുകളിൽ കഴിഞ്ഞിരുന്ന 100 കണക്കിന് കുടുംബങ്ങൾക്കാണ് പ്രളയത്തിൽ വീട് നഷ്ടമായത്. ഇത്തരം കുടുംബങ്ങൾക്ക് സഹായം നൽകാനാവാതെ നിയമക്കുരുക്കിലായിരുന്നു റവന്യൂ അധികൃതർ. ഇതു സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കലക്ടർമാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നത്. പുറമ്പോക്കിൽ താമസിച്ചിരുന്നവരും പ്രളയത്തിൽ വീട് നശിച്ചവരുമായ പ്രളയബാധിതരുടെ കാര്യത്തിൽ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡമനുസരിച്ച ദുരിതാശ്വാസ സഹായം നൽകുന്നതിന് ഇനി ഭൂമിയുടെ ഉടമസ്ഥാവകാശം വ്യക്തമാക്കണമെന്നില്ല. അർഹരായ എല്ലാവർക്കും സഹായം നൽകാം. വീടുൾപ്പെടുന്ന ഇത്തരം പുറമ്പോക്ക് ഭൂമി എത്രയും പെട്ടെന്ന് പതിച്ചു നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവരും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും വീട് ലഭിക്കുന്ന മുറയ്ക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്ന പുറമ്പോക്ക് ഭൂമി റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നും ഉത്തരവിലുണ്ട്. പുറമ്പോക്കുകളിൽ ഭാഗികമായി തകർന്ന വീടുടമസ്ഥരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കി കലക്ടർമാർ നേരിട്ട് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കി ഇവയും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണം. ഉത്തരവ് എല്ലാ കലക്ടർമാർക്കും അയച്ചിട്ടുണ്ട്. അതാത് ജില്ലയിൽ ചുമതലയുള്ള മന്ത്രിമാരും MLA-മാരും ഇത്തരത്തിലുള്ളവർക്ക് ഭൂമി പതിച്ചു നൽകാനുള്ള പരിപാടികൾ ഉടൻ സംഘടിപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഉത്തരവ് പ്രാബല്യമാകുന്നതോടെ ജില്ലയിലും 100 കണക്കിന് കുടുംബങ്ങൾക്കാണ് ആശ്വാസമാകുക. അനുപൂർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. വയനാട് മെഡിക്കൽ കോളേജ് ഭൂമിയിൽ പ്രകൃതി ദുരന്ത സാധ്യതയെന്ന് പ്രചരണം നടത്തി അട്ടിമറിക്കാനുള്ള നീക്കം അധികൃതർ ഉപേക്ഷിക്കണമെന്ന് യൂത്ത് ലീഗ്. ആരോഗ്യരംഗത്തെ ഏറെ പ്രതീക്ഷകൾ ഉയർത്തി 2012-ൽ പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രക്ഷോഭ പരിപാടികൾക്ക് ഉടൻ തുടക്കം കുറിക്കും. മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നതിന് സൗജന്യമായി ഭൂമി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടത്തറ വില്ലേജിൽ ചന്ദ്രപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 50 ഏക്കർ ഭൂമി സൗജന്യമായി നൽകിയത്. 900 കോടി രൂപ ചെലവ് വരുന്ന കോളേജ് വയനാടിനൊരു മെഡിസിറ്റിയായി മാറ്റാനായിരുന്നു കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചത്. കോളേജിന്റെ ശിലാസ്ഥാപനം 2015 ജൂലൈ 12-ന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ശിലാസ്ഥാപനം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടും ഇതിലേക്കുള്ള റോഡിന്റെ പണി പോലും പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഭൂമിയിലെ മരവും കല്ലും മണ്ണും ഒടുവിൽ കാപ്പിയും ഒന്നാകെ മോഷണം പോയിട്ടും ഇതിലെ പ്രതികളെ കണ്ടെത്തുവാനോ നടപടി കൊള്ളുവാനോ കഴിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ കാപ്പി ഈ വർഷവും കളവുപോയി. എന്നാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ അധികൃതർ നിസ്സംഗത പുലർത്തുകയാണ്. 50 ഏക്കർ ഭൂമി ആ മെഡിക്കൽ കോളേജിന് സൗജന്യമായി നൽകുകയും 2012 പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ അതീതമായി 2015 അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിടുകയും ചെയ്തു. ഏതാണ്ട് 69 കോടിയോളം രൂപ ആ മെഡിക്കൽ കോളേജിന് വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തുകയും 900 കോടി രൂപയുടെ ഒരു മെഡിസിറ്റിയായി ആ മെഡിക്കൽ കോളേജിനെ മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. പിന്നീട് വന്ന ഗവൺമെൻറ് അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൽ
വയനാട് ജില്ലയിലെ തന്നെ നമുക്കറിയാം LDFന്റെ പ്രചരണത്തിലെ ഏറ്റവും വലിയ ആയുധം തന്നെ മെഡിക്കൽ കോളേജ് ഉടൻ പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു. LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മെഡിക്കൽ കോളേജിന് വേണ്ടി നടത്തിയിട്ടുള്ള ബഡ്ജറ്റിലൊന്നും ഒരു രൂപ പോലും വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുന്ന ഒരവസ്ഥയായിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടുവന്നത്. കാപ്പിമോഷണത്തിനെതിരെ കഴിഞ്ഞ തവണ യൂത്ത് ലീഗാണ് പോലീസിൽ പരാതി നൽകിയത്. ഇപ്പോൾ ഒടുവിൽ പരിസ്ഥിതിയാഘാതത്തിൻ്റെ പേര് പറഞ്ഞ് കോളേജ് തന്നെ ഇല്ലാതാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ കാണിക്കുന്ന അമിത താൽപ്പര്യം ദുരൂഹത നിറഞ്ഞതാണ്. സൗജന്യമായി കിട്ടിയ സ്ഥലത്ത് നിർമ്മാണം നടത്തുന്നതിന് പാരിസ്ഥിതിക ആഘാത പ്രശ്നം ചൂണ്ടിക്കാട്ടി വ്യാജപ്രചരണം നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് LDFന്റെ പ്രധാന വാഗ്ദാനം മെഡിക്കൽ കോളേജായിരുന്നു. എന്നാൽ അധികാരത്തിൽ വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കോളേജിൻ്റെ പ്രവൃത്തി ആരംഭിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ കോളേജ് ഇവിടെ നിന്ന് മാറ്റാനുള്ള നീക്കം കൂടിയാണ് നടക്കുന്നത്. ഇത് വയനാടൻ ജനതയോടുള്ള വഞ്ചനയാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ ആരോപിച്ചു. വ്യാജപ്രചരണം നടത്തി കോളേജ് അട്ടിമറിക്കാനാണ് ശ്രമമെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് യൂത്ത് ലീഗ് വീണ്ടും നേതൃത്വം കൊടുക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. ചരക്ക് സേവന നികുതിക്ക് പുറമെ സെസ് നടപ്പിലാക്കാനുള്ള സർക്കാർ നിലപാട് വ്യാപാരികൾ അംഗീകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. പ്രളയത്തിൽ കടയും സാധനങ്ങളും നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2018 സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ അമിത താൽപര്യം കാണിച്ച സർക്കാർ 2006 വാടക കുടിയാൻ പ്രശ്നത്തിലെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ താൽപര്യം കാണിച്ചില്ലെങ്കിൽ സംഘടന ശക്തമായ സമരവുമായി മുന്നോട്ടു പോകും. സമരത്തിന്റെ ആദ്യഘട്ടമായി വ്യാപാരി വ്യവസായി യൂത്ത് ബ്ലൂ വാളണ്ടിയേഴ്സ് രാജ്ഭവൻ ഉപരോധം നടത്തും. മാലിന്യം സംസ്കരിക്കാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പ്രളയത്തിൽ കടയും സാധനങ്ങളും നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് പുനരധിവാസ പാക്കേജ് ഉടൻ നടപ്പിലാക്കണമെന്നും ടി നസറുദ്ദീൻ ആവശ്യപ്പെട്ടു. മൊത്തത്തിൽ കേരളത്തിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങളുമാണ് ഇന്ന് വയനാട്ടിൽ നടക്കുന്ന ഈ സമരം. നിങ്ങളിപ്പോൾ പറഞ്ഞ വാടക കുടിയാൻ നിയമം ഹൈക്കോടതി വിധി നടപ്പിലാക്കാനാണ് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ സമരരംഗത്ത്, 4000 പോലീസ് സമരരംഗത്ത്. ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ, സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ സുപ്രീം കോടതി 2006 ഒരു വിധി ഉത്സവിച്ചിരുന്നല്ലോ. കച്ചവടക്കാർക്ക് ജോലി സ്ഥിരത കിട്ടാൻ വാടക കുടിയാൻ നിയമം പരിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് 12 കൊല്ലം കഴിഞ്ഞിട്ട് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാത്ത ഒരു രാജ്യത്താണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ 40,000 പോലീസിനെയും വെച്ച് ഈ രാജ്യത്തിലെ ഗവൺമെൻറ് കളിക്കുന്നത്. നമ്മളൊരു വിലയില്ല, നമ്മളെ പൈസ മാത്രം മതി അവർക്ക്, വേറെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. കച്ചവടക്കാരൻ ആരാണെന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളുടെ ഈ സമരം ഉപകരിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നത്. ഉപകരിക്കും. ജില്ലാ പ്രസിഡന്റ് കെ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ സേതുമാധവൻ, OV വർഗീസ്, ഇ ഹൈദ്രു, നൌഷാദ് കാക്കവയൽ, കെ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിൽ 100 കണക്കിന് വ്യാപാരികളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. മുതുമലയിൽ നിന്നും കുങ്കിയാനകളെ എത്തിച്ച് വടക്കനാട് കൊമ്പനെ പിടികൂടാൻ ശ്രമങ്ങൾ ഊർജിതമാക്കി വനംവകുപ്പ്. മുത്തങ്ങയിലെ കുങ്കിയാനകൾക്ക് മതപ്പാടുള്ളതിനാലാണ് മുതുമലയിൽ നിന്നും കുങ്കിയാനകളെ എത്തിക്കുന്നത്. അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ കുങ്കിയാനകളെ എത്തിച്ച വടക്കനാട് കൊമ്പനെ പിടികൂടുമെന്ന് CCF പറഞ്ഞു. വടക്കനാടും പരിസര പ്രദേശങ്ങളിലും കൃഷിനാശവും മനുഷ്യജീവന് ഭീഷണിയുമായി മാറിയ വടക്കനാട് കൊമ്പനെ പിടികൂടുന്നതിനുള്ള ഊർജിത ശ്രമങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നത്. ഇതിനായി മുതുമലയിൽ നിന്ന് കുങ്കിയാനകളെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അടുത്ത 2 ദിവസത്തിനകം നടപടികൾ പൂർത്തിയാക്കി കുങ്കിയാനകളെ സ്ഥലത്തെത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് വനപാലകർ. മുത്തങ്ങയിലെ കുങ്കിയാനകൾക്ക് മതപ്പാടുള്ളതിനാൽ ഈ ആനകളെ ഉപയോഗിച്ച് വടക്കനാട് കൊമ്പനെ പിടികൂടാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിലവിൽ മുത്തങ്ങപ്പന്തിയിലെ കോന്നി സുരേന്ദ്രനെ വടക്കനാട് എത്തിച്ചിട്ടുണ്ട്. ഇനി 2 കുങ്കിയാനകളെ മുതുമലയിൽ നിന്ന് എത്തിക്കും. കുങ്കിയാനകൾ എത്തുന്ന പക്ഷം അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ വടക്കനാട് കൊമ്പനെ പിടികൂടുമെന്ന് CCF അഞ്ജൻകുമാർ വ്യക്തമാക്കി. ഈ വടക്കനാട് കൊമ്പൻ ആനയെ പിടിക്കാൻ ആൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവിറക്കി കഴിഞ്ഞു. പക്ഷേ നമുക്കുള്ള പ്രശ്നം എന്നാൽ കുംകി ആനകളില്ലാത്ത ഈ ആനകളെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ ക്യാമ്പിലുള്ള കുംകി ആനകളെല്ലാം മതപ്പാടിലാണ്. അതിൻ്റെ മതപ്പാടിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇറങ്ങുന്ന തോറും നമ്മൾ ഓരോ ആനകളെ നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ആൾറെഡി ഒരു സുരേന്ദ്രൻ എന്ന നമ്മുടെ ആനയെ ആൾറെഡി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത് അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആനകളല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കുംകി ആനകളുടെ സേവനം കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ഈ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ 15-ാം തീയതി വരെ പൊങ്കൽ ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആനകൾ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വിടുന്നില്ല എന്ന ഒരു കണ്ടീഷനിലായിരുന്നു.
ഇപ്പോൾ ആ ഉത്സവങ്ങൾ കഴിഞ്ഞ മുറയ്ക്ക് ഞാൻ ഫീൽഡ് ഡയറക്ടറോട് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആന വിട്ടു തരാനായി ഞാൻ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും റിക്വസ്റ്റ് ചെയ്യാം. നമുക്ക് കഴിയുന്നതോറും നേരത്തെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ കുംക്കി ആനകളെ കൊണ്ടുവന്നിട്ട് ഈ ആന പിടിക്കാൻ നമ്മൾ പിടിക്കും. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. നെന്മേനി പഞ്ചായത്ത് 15-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 14-ന്. സ്ത്രീ ആരോപണത്തെ തുടർന്ന് നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചിരുന്നു. നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംവരണമായതിനാൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഭരണസമിതിയിൽ SC വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളില്ലാത്തതിനാൽ ഇത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാവുകയാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 54ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥ ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. PV അബ്ദുറഹിമാൻ നയിക്കുന്ന ജാഥ ലക്കിടിയിൽ വെച്ച് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ജില്ലാ ഭാരവാഹികൾ സ്വീകരിച്ചു. കൽപ്പറ്റ, ബത്തേരി, വൈത്തിരി, മീനങ്ങാടി എന്നിവിടങ്ങളിൽ സ്വീകരണത്തിന് ശേഷം വാഹനജാഥ മാനന്തവാടിയിൽ സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രാണിയത്ത് അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ക്യാപ്റ്റൻ N. സുഗണൻ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. മുഖവിലെടുത്തുകൊണ്ട് അവരുടെ ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരുപാട് വിഷയങ്ങൾ GST കാര്യത്തിൽ GST കൊണ്ടുവന്നപ്പോൾ 8 വർഷം മുമ്പ് 28% ഹോട്ടൽ അസോസിയേഷന്റെ നിരന്തരമായ പ്രതിരോധത്തെ തുടർന്ന് പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് മാർച്ച് പോലുള്ള വൻ സമരങ്ങളെ തുടർന്ന് ഇന്ന് 5% എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ ചെറുകിട ഹോട്ടലുകാർക്ക് വേണ്ടിയുള്ള സംരക്ഷണത്തിനായി അത് എല്ലാവർക്കും ബാധകമാകുകയാണ്. മാനന്തവാടി നഗരസഭയിലെ ഇടത് ദുർഭരണം കൊണ്ട് ദുരിതത്തിലായ ജനതയുടെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF മാനന്തവാടി നഗരസഭാ കമ്മിറ്റി 17 മുതൽ 19 വരെ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് മുന്നോടിയായി ബഹുജന പ്രക്ഷോഭ പ്രചരണ വാഹന ജാഥ എന്ന പേരിൽ ഫേസ്ബുക്ക് പേജ് ലോഞ്ച് ചെയ്തു. ലോഞ്ചിംഗ് ജാഥ ക്യാപ്റ്റൻ ജേക്കബ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ലോഗോ ഹുസൈൻ കുഴിനിലം, ഗിരീഷ് കുമാർ MK എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു. PVS മൂസ അധ്യക്ഷത വഹിച്ചു. AKTA കണിയാമ്പറ്റ യൂണിറ്റ് സമ്മേളനം നടന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് കണിയാമ്പറ്റ യൂണിറ്റിലെ ടൈലറിംഗ് തൊഴിലാളികൾ കമ്പളക്കാട് ടൗണിൽ പ്രകടനം നടത്തി. കമ്പളക്കാട് ടൗൺ വലം വെച്ച് പ്രകടനം സംഘടനാ കൊടിമരത്തിന് സമീപം അവസാനിപ്പിച്ചു. തുടർന്ന് ടൗണിലെ AKTAയുടെ കൊടിമരത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സുന്ദരൻ പതാക ഉയർത്തി. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അസോസിയേഷൻ ജില്ലാ ട്രഷറർ R. ദേവയാനി നിർവഹിച്ചു. സംഘടനയുടെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സിസ്റ്റർ ലൂസി കളപ്പുരകളിനെതിരെ നടപടിയെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന സഭാ നേതൃത്വത്തിന്റെ സ്ത്രീവിരുദ്ധ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് വിങ്സ് കേരള സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KM സോയ. വൈദികർ ചെയ്യുന്ന സ്ത്രീപീഡനമടക്കമുള്ള കുറ്റങ്ങൾക്കെതിരെ സഭാ നേതൃത്വം മൗനം പാലിക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ടതിനെതിരെ സമരം നടത്തിയതിന്റെ പേരിലാണ് സിസ്റ്റർ ലൂസിയെ വേട്ടയാടുന്നത്. സിസ്റ്റർക്ക് കേരളത്തിലെ പൊതുസമൂഹവും വിങ്സ് കേരളയും മുഴുവൻ പിന്തുണയും നൽകുമെന്ന് ഇവർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം വിങ്സ് കേരള സിസ്റ്റർ ലൂസികളെ സന്ദർശിക്കുകയുണ്ടായി. സിസ്റ്റർക്കെതിരെ സഭാ നേതൃത്വം നടപടികൾ കൊടുക്കുകയാണ്. ഒരു കന്യാസ്ത്രീക്ക് ഇത്തരം നടപടികൾ സഭാ നേതൃത്വം ഒരുങ്ങുമ്പോൾ കത്തോലിക്ക സഭയുടെ സ്ത്രീവിരുദ്ധ മുഖമാണ് ഇപ്പോൾ പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കന്യാസ്ത്രീക്കെതിരെ ആണ് നടപടികൾ എടുക്കുന്നത്. അവർ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ്? സ്വന്തം വരുമാനം ചെലവഴിച്ചു എന്ന തെറ്റിനാണ് സഭ ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത്. അവർ ചെയ്ത തെറ്റെന്താണ്? അവർ ചെയ്തത് ബിഷപ്പിനെതിരെ സമരം ചെയ്തു, ചുരിദാറിട്ടു, കവിത എഴുതി, ലൈസൻസ് എടുത്തു. ഇത്തരം തെറ്റുകളാണ് അവർ ചെയ്തതായിട്ട് സഭ എടുത്തു കാണിക്കുന്നത്. എന്തായാലും സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് സഭാവസ്ത്രം അഴിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ അതിൽ തന്നെ നിന്നുകൊണ്ടൊരു നവോത്ഥാനത്തിന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ വിശ്വാസ സമൂഹവും സ്ത്രീ സംഘടനകളും അവരോടൊപ്പം ഉണ്ടാകണം. വിങ്സ് കേരള അവർക്ക് പൂർണ്ണ പിന്തുണ അറിയിക്കുന്നു. ജില്ലയ്ക്ക് തന്നെ മാതൃകയാണ് മാനന്തവാടി നഗരസഭയുടെ സമ്പൂർണ്ണ ഭവന പദ്ധതിയെന്ന് OR കേളു MLA. പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാന കർമ്മം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കാലവർഷക്കെടുതിയിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് ഭൂമിയുടെ രേഖ കൈമാറൽ ചടങ്ങും നടന്നു. ഭവനരഹിതരില്ലാത്ത നഗരസഭയായി മാനന്തവാടി മാറുകയാണ്. PMAY ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 1613 കുടുംബങ്ങൾക്കാണ് നഗരസഭ പുതുതായി വീട് വച്ച് നൽകുന്നത്. ഇതിൽ ആദ്യഘട്ടം പ്രവൃത്തി പൂർത്തീകരിച്ച 101 വീടുകളുടെ താക്കോൽദാനമാണ് നഗരസഭ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് MLA കൈമാറിയത്. ഭവന നിർമ്മാണ പദ്ധതി ജില്ലയ്ക്ക് തന്നെ മാതൃകയായെന്ന് OR കേളു MLA വ്യക്തമാക്കി. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് വീടുകളിൽ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. വീട് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളം നിർബന്ധമാണ്. അപ്പോൾ ആ കാര്യത്തിന് നമ്മൾ മുൻഗണന കൊടുക്കണം. അത് ഒഴിവാക്കിയിട്ട് TV വാങ്ങാൻ വേണ്ടി പോകരുത്. ഞാൻ അങ്ങനെയൊക്കെയാണ് പറയുക. കുട്ടികളെ പഠിപ്പിക്കൽ വലിയ കാര്യമാണ്. അത് മാറ്റി വെച്ചിട്ട് സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോയാൽ കാര്യം എങ്ങനെ ഉണ്ടാവും? അതൊന്നും പാടില്ല. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ 3-4 കാര്യങ്ങൾ സൂചിപ്പിച്ചു. അത്തരം കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തു പോയി കഴിഞ്ഞാൽ പരമാവധി
നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീടിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി സാധിക്കും. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ VR പ്രവീജ് അധ്യക്ഷനായിരുന്നു. ഇക്കഴിഞ്ഞ പ്രളയത്തിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്കുള്ള ഭൂമിയുടെ രേഖ കൈമാറൽ ചടങ്ങ് തണൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം ഇല്യാസ് തരുവണ നിർവഹിച്ചു. ലൈഫ് മിഷനിൽ പൂർത്തീകരിച്ച ST വീടുകളുടെ താക്കോൽദാന കർമ്മം ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശോഭാരാജൻ നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ P സാജിദ മുഖ്യപ്രഭാഷണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശാരദ സജീവൻ, ലില്ലി കുര്യൻ, വർഗീസ് ജോർജ്, കൗൺസിലർമാരായ ജേക്കബ് സെബാസ്റ്റ്യൻ, PV ജോർജ്, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് C ജയചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. വയനാട് വിഷൻ, മാനന്തവാടി. വെള്ളമുണ്ട പെയിൽ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് നടന്ന സന്ദേശയാത്ര തരുവണ കരിങ്ങാരിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P തങ്കമണി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനത്തിന് ശേഷം രാത്രിയോടെ സന്ദേശയാത്ര വെള്ളമുണ്ടയിൽ സമാപിച്ചു. സന്ദേശയാത്രയ്ക്ക് PJ വിൻസെന്റ് എഗരത്ത്, മൊയ്തു ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാക്കവയൽ കല്ലുപാടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന് തുടക്കമായതായി ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് മഹോത്സവം സമാപിക്കും. ക്ഷേത്രം തന്ത്രി ശ്രീമദ് വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 16 മുതൽ 22 വരെയാണ് ഉത്സവം. 20-ന് മുരളിമാരാരും സംഘവും അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും കൈതോല നാടൻപാട്ട് കൂട്ടത്തിന്റെ നാടൻപാട്ടും ഉണ്ടാകും. 22-ന് ആറാട്ട് എഴുന്നള്ളിപ്പും തിരിച്ചെഴുന്നള്ളിപ്പും ആചാര ദക്ഷിണയോടെ ഉത്സവം സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 11 മണിക്ക് കൊടിമരം കൊണ്ടുവരവ്, വൈകുന്നേരം 6 മണിക്ക് തൃക്കൊടിയോട്ടോടുകൂടി എല്ലാ ചടങ്ങുകളും ആരംഭിക്കുകയാണ്. മറ്റുള്ള ദിവസങ്ങളിൽ പ്രത്യേക പൂജാതി കർമ്മങ്ങളോടുകൂടി 20-ാം തീയതി തൃശൂർ വാണിയമ്പാറയിൽ നിന്ന് വരുന്ന ഒരു ഗാനം നാടൻ പാട്ട് അവതരിപ്പിക്കുന്നുണ്ട്. 21-ാം തീയതിയാണ് പ്രധാന ദിവസം തൈപ്പൂയ മഹോത്സവം. താലപ്പൊലി ഘോഷയാത്ര മലക്കാട് നിന്ന് ആരംഭിച്ച് പക്യാനി കാക്കവയൽ വഴി കല്ലുപാടി ക്ഷേത്രത്തിൽ എത്തിപ്പെടുന്നുണ്ട്. മാനന്തവാടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ട്രൈസം ഹാളിൽ നടന്ന ദിനാചരണം സബ് കളക്ടർ NSK ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ VR പ്രവീജ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ശോഭാരാജൻ, റഷീദ് പടയൻ, PJ ജോൺസൺ, ഡോക്ടർ P നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സ്നേഹം പങ്കുവച്ച് we should move forward. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഈ ഈശ്വര പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ സുഖം പങ്കുവയ്ക്കണം, സുഖം പകരാൻ മിളി തെരഞ്ഞെടുത്തുള്ള ഒരു സ്നേഹദീപമാണിത്. ആ സ്നേഹദീപത്തിൽ ഒരു പങ്ക് എനിക്ക് പങ്കെടുക്കാൻ കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. KPSTA സംസ്ഥാന സമിതി നടത്തുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ജ്യോതിർഗമയ്ക്ക് മാനന്തവാടിയിൽ സ്വീകരണം നൽകി. ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക, PSC നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുക, രാഷ്ട്രീയ പ്രേരിത നടപടികൾ അവസാനിപ്പിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജാഥ. മാനന്തവാടിയിൽ യോഗം അഡ്വക്കേറ്റ് NK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. എക്കണ്ടി മൊയ്തുട്ടി അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ ആദ്യകാല നേതാക്കളെ ആദരിക്കുകയും സംഘടനയുടെ കാരുണ്യനിധിയിൽ നിന്നും LFUP സ്കൂളിലെ ലീല ടീച്ചർക്ക് ചികിത്സാ സഹായവും നൽകി. സമൂഹത്തിലെ ഉന്നതരെന്ന് വിശേഷിക്കപ്പെടുന്ന ഈ അധ്യാപകരെ പറ്റിച്ചാൽ പിന്നെ ബാക്കിയുള്ളവരെ പറ്റിച്ചുകൊണ്ട് കഥ പറയേണ്ട കാര്യമില്ല. ചായക്കടക്കാരൻ്റെ മോൻ ചായക്കടക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞത് എങ്ങനെ എന്ന് മൂപ്പർ ആലോചിച്ചേയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എഴുതി ഉണ്ടാക്കിയ ഭരണഘടനയാണ് ചായക്കടക്കാരനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ സാധിച്ചത്. ആ പാർലമെന്റിലേക്ക് നമസ്കരിച്ച് കയറിയ മനുഷ്യൻ പിന്നെ പാർലമെന്റിനകത്ത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഒരു ദിവസം അർദ്ധരാത്രി മൂപ്പര് പറയുകയാണ് എല്ലാ നോട്ടും ഞാൻ പിൻവലിക്കുകയാണ്. അത് അർദ്ധരാത്രിക്ക് പ്രഖ്യാപനം. രണ്ടാമത് ഇപ്പൊ നമ്മൾ കണ്ടു അർദ്ധരാത്രി നമ്മുടെ ഡയറക്ടർ ഭരണഘടനാ സ്ഥാപനങ്ങളിലെ മേധാവികളെ അവർക്ക് അനുകൂലമായി നിൽക്കില്ലെങ്കിൽ പറഞ്ഞുവിടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചങ്ങായി അർദ്ധരാത്രിയിലാണ് പെണ്ണുങ്ങളെ അമ്പലത്തിൽ കേട്ടിന് വേണമെന്ന് മത്സരിക്കുകയാണ്. അപ്പൊ പട്ടാപ്പകലെ വെളിച്ചത്ത് ഇവരൊരു കാര്യം ചെയ്യുന്നില്ല. അപ്പൊ അന്ധകാരത്തിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയാനുള്ള ബാധ്യത അധ്യാപകർക്കുണ്ട് എന്നതുകൊണ്ടാണ് ഞങ്ങൾ വെളിച്ചത്തിലേക്ക് എന്ന ഈ ജാഥയുമായി ഇറങ്ങിത്തിരിച്ചത്. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പിന്റെയും അക്ഷയ ജില്ലാ പ്രൊജക്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ദിനാചരണവും അക്ഷയ സംരംഭകർക്കായുള്ള റേഷൻ കാർഡ് പരിശീലനവും കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ജില്ലാ സപ്ലൈ ഓഫീസർ KV പ്രഭാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ തമ്പെ ഉദ്ഘാടനം ചെയ്തു. CK ശിവരാമൻ, KV സൈദലവി, ജിൻസി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. KPSTA ജില്ലാ പ്രസിഡന്റ് P ഹരിഗോവിന്ദൻ നയിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ജ്യോതിർഗമയ്ക്ക്
കൽപ്പറ്റയിൽ സ്വീകരണം നൽകി. വിദ്യാഭ്യാസ മേഖലയിലെ കാവി ചുവപ്പുവൽക്കരണം അവസാനിപ്പിക്കുക, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച PSC നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജാഥ. ജനുവരി 13-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ 4ാം ദിവസമായി ഇന്ന് കൽപ്പറ്റയിലെത്തി. സമ്മേളനം TP അലി ഉദ്ഘാടനം ചെയ്തു. വൈത്തിരി ഉപജില്ലാ പ്രസിഡന്റ് ബൻസലാൽ അധ്യക്ഷത വഹിച്ചു. 25-ന് വൈകുന്നേരം 4 മണിയോടെ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് ജാഥ അവസാനിപ്പിക്കും. സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 28, മാർച്ച് 1-2 തീയതികളിൽ കോട്ടയം ജില്ലയിൽ വെച്ച് നടത്തും. ഇനി സ്പോർട്സ് വാർത്തകൾ. കൃഷ്ണഗിരിയിൽ വെച്ച് നടക്കുന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ 2ാം ഇന്നിംഗ്സിൽ കേരളം 171 റൺസിന് എല്ലാവരും പുറത്തായി. ഗുജറാത്തിന് 195 റൺസിന്റെ വിജയലക്ഷ്യം. ഗുജറാത്തിന്റെ അക്സർ പട്ടേൽ, RB കലാറിയ എന്നിവരുടെ മികച്ച ബൗളിംഗാണ് ഗുജറാത്തിന് തുണയായത്. ഇരുവരും ചേർന്ന് 3 വിക്കറ്റുകൾ നേടി. വലിയൊരു ലീഡ് നില ലക്ഷ്യം വെച്ചിറങ്ങിയ കേരളത്തിന് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായി. കേരളത്തിനു വേണ്ടി സിജോ മോൻ ജോസഫ് 56 റൺസും ജലാജ് സക്സേന 44 റൺസും നേടി. ഇന്ന് രാവിലെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 97 റൺസിന് കളി തുടങ്ങിയ ഗുജറാത്തിന് 162 റൺസിൽ എല്ലാവരും പുറത്തായി. കേരളത്തിനു വേണ്ടി സന്ദീപ് വാര്യർ, ബേസിൽ തമ്പി എന്നിവരുടെ മികച്ച ബൗളിംഗ് പ്രകടനമാണ് ആരാധകർക്ക് പ്രതീക്ഷ നൽകിയത്. That should be wicket number 2 down. Warrior gets his man and Kerala striking back here. Then it would be sooner than later that you will be rewarded. Good catch by Azharuddin. Katan Patel out for 1. Here you and look at that. Comes back with a Yorker. Loud appeal and is given him. Is given him after much thought. The umpire raising the dreaded finger. That's the end of Rujul Bhatt. Sandeep Bori after that bouncer trying to soften up. This one just shaping in and really moving about in his crease. And Rujul Bhatt is gone for 14, leg before to Warrior. Gujarat 101 for 5. Sandeep Warrior. Oh, bold! एक और विकेट. अक्सर पटेल का डंडा बिखेर दिया वहां पर संदीप वॉरियर ने और अक्रॉस द लाइन खेलने गए थे. सीधे बल्ले से खेलने की जरूरत थी अक्सर पटेल को और अक्रॉस द लाइन ऑन साइड में खेलने के लिए गए और सीधे बोल्ड आउट हो गए.